ഞാൻ റാണിയോട് പറഞ്ഞൊരു ചെറിയ ക്ലാസ് ഒപ്പിച്ചിട്ടുണ്ട്. 5 ഫാമിലി. ഞാന്, റാണിയുടെ ഒരു കസിൻ, ചാക്കോയുടെ 2 ഫ്രണ്ട്സ്, പിന്നെ നീ. ഓ ശരി. ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സ്. ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ശരിയാവോ? നല്ല ട്രെയിനിങ് ആണെങ്കിൽ ഒരാഴ്ച തന്നെ ധാരാളം. അരവിന്ദേട്ടൻ കടയിൽ നിന്ന് മാറി നിൽക്കുമോ എന്തോ. അതൊക്കെ നീ ഒരു തഞ്ചത്തി പറഞ്ഞങ്ങ് സമ്മതിപ്പിച്ചാ മതി. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്താ അരവിന്ദേട്ടാ അവിടെ? സോറി അരവിന്ദേട്ടാ, ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞാനേ വേറെ കാര്യം നോക്കാനാ. 2 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. മെഡിക്കൽ ഷോപ്പും കൂടെ പണയം വെച്ചാൽ 3 ലക്ഷം രൂപ കിട്ടും. പിന്നെ മരുന്ന് കൊടുത്ത വകയിൽ അവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ അതിൽ പലരും മരിച്ചുപോയി, കിട്ടാൻ വഴിയില്ല. എന്തായാലും മനുവിന് സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കുന്നത് ധാരാളം. ഏത് സ്കൂൾ വേണമെന്നുള്ള നിന്റെ ഇഷ്ടം, ഏത് വേണേലും പറഞ്ഞു. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതല്ലേ. അതിന് അരവിന്ദേട്ടൻ ഇത്രയും നാള് സേവ് ചെയ്ത് വെച്ചതൊക്കെ കളയാൻ പോവാ? നിങ്ങൾക്കല്ലാതെ പിന്നെ എനിക്ക് എന്തിനാ അതൊക്കെ? എനിക്ക് ഷൈനിങ് സ്റ്റാർസ് മതി. അതേത് സ്കൂളാ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ട്രീസിയുടെ പരിചയത്തിൽപ്പെട്ട ഒരു മാഡം നടത്തുന്ന ഗ്രൂമിംഗ് സ്കൂളാ. ഗ്രൂമിംഗ് സ്കൂളോ? അതെന്താ? മനുവിന്റെ പ്ലേ സ്കൂളല്ലേ അതുപോലെ, പക്ഷെ ഒരു പുതിയ കോൺസെപ്റ്റാ. കുട്ടികളുടെ കൂടെ അവര് പാരന്റ്സിനെ കോച്ച് ചെയ്യും സ്കൂൾ അഡ്മിഷന് വേണ്ടി. അവിടെ ചേർന്ന അഡ്മിഷൻ ഉറപ്പാ. അരവിന്ദേട്ടൻ അവിടെ ഇഷ്ടപ്പെടും, സത്യം. ഒരാഴ്ച പോയാ മതി. ഈ പ്രായത്തില് ഒന്നും കൂടെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാല് നാട്ടുകാരെനിക്ക് വട്ടാന്ന് പറയും. ഞാനില്ല, എനിക്ക് പറ്റില്ല. ബാക്കി എല്ലാവരും. ബാക്കി ആര്? ട്രീസ, പിന്നെ ഒരു 3-4 ഫാമിലീസ്. നമുക്ക് മാത്രം ഒന്നും. അവർക്കൊക്കെ വീണ്ടും സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടാവും, എനിക്കില്ല. പണ്ട് തൊട്ടേ സ്കൂൾ കണ്ട് എൻ്റെ കൈയും കാലും പറിക്കും. അവർക്കൊക്കെ വീട്ടിൽ ധാരാളം കാശും ഉണ്ടാവും. നമുക്ക് കടയിൽ വിശ്വസിച്ച് നിർത്തി പോവാൻ പോലും ആളില്ല, അറിയോ? പ്ലീസ് അരവിന്ദേട്ടാ, നമ്മുടെ മനുവിന് വേണ്ടിയിട്ടല്ലേ. ഒരേ ഒരാഴ്ച. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നീയോ? 4-5 ലക്ഷം രൂപ ലാഭമുള്ള സ്ഥിതിക്ക് കുഴപ്പമില്ല. ഇനി ഈ സ്കൂളിൽ അഡ്മിഷൻ ഇന്റർവ്യൂവിന് പോണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. എന്നാ നാണം കടാ. താങ്ക് യു അരവിന്ദേട്ടാ.